രാജേഷിന്റെ കൊലപാതകത്തിൽ സിപിഎമ്മിന് പങ്കില്ലെന്ന് കോടിയേരി. മുഖ്യപ്രതി മണികണ്ഠൻ സിപിഎമ്മുമായി ബന്ധമില്ലെന്നും കേരളത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ബിജെപി ശ്രമിക്കുന്നുവെന്നും കോടിയേരി. പ്രാദേശിക പ്രശ്നം സംസ്ഥാന പ്രശ്നമാക്കി മാറ്റുകയായിരുന്നുവെന്നും കൊലപാതകികളെ ഇതിനകം തന്നെ പിടികൂടിയെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ശ്രീകാര്യത്ത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ സിപിഐഎമ്മിന് പങ്കില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. കൊല്ലപ്പെട്ട രാജേഷും പ്രതിയായ മണിക്കുട്ടനും തമ്മിൽ 2 കേസുകൾ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ മുൻപ് തന്നെ നിലനിൽക്കുന്നുണ്ടെന്നും കോടിയേരി പറഞ്ഞു. പിടിയിലായ മണികണ്ഠൻ കോൺഗ്രസ് പ്രവർത്തകനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മണികണ്ഠനാണെങ്കിൽ സിപിഎമ്മുമായി ബന്ധമുള്ള ഒരാളല്ല. അദ്ദേഹം നേരത്തെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. വിവിധ കേസുകളിൽ ആ സമയത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം പല കേസുകളിലും പ്രതിയാണ്. ശ്രീകാര്യത്ത് നടന്നത് സിപിഐഎം ബിജെപി സംഘർഷമല്ല. എന്നാൽ ഈ പ്രാദേശിക വിഷയം ഉയർത്തി ബിജെപി നടത്തുന്ന ഹർത്താൽ രാഷ്ട്രീയ പ്രേരിതമായി സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സിപിഎമ്മിൻ്റെ മേലെ കെട്ടിവെച്ച് സിപിഎം നടത്തിയൊരു കൊലപാതകമാണെന്ന് പ്രചരിപ്പിച്ച് കേരളത്തിലാകെ ഹർത്താൽ സംഘടിപ്പിക്കാനും നാട്ടിൽ മുഴുവൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമാണ് RSS BJP നേതൃത്വം ഈ ഒരു സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തുന്ന ഉപവാസ സമരത്തെയും കോടിയേരി പരിഹസിച്ചു. ഇന്നൊരു ദിവസമല്ലേ, ഇന്ന് പക്ഷേ ഈ പെട്ടെന്നുള്ള ഹർത്താലായതുകൊണ്ട് പലർക്കും ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അവർ ചെന്നുപെട്ട സ്ഥലം ഉച്ചഭക്ഷണം കിട്ടാത്തൊരു സ്ഥലമായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടായിരിക്കാം അവരും ഒരു നിരാഹാരം നടത്തണമെന്ന് ഉദ്ദേശിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശ്രീകാര്യം കൊലപാതകത്തിൽ 7 പ്രതികളെയും കസ്റ്റഡിയിൽ എടുത്തു. ഇവരെ പിടികൂടുന്ന ദൃശ്യങ്ങളും പീപ്പിളിന് ലഭിച്ചു. ഒപ്പം തന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൽ പ്രതിഷേധിച്ച് ബിജെപി ആഹ്വാനം ചെയ്ത സംസ്ഥാന വ്യാപക ഹർത്താലും പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, ശ്രീകാര്യം കൊലപാതകവുമായി ബന്ധപ്പെട്ട് 7 പ്രതികളെയും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സ്വാമി, ശ്രീകാര്യം RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 7 പ്രതികളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. 7 പേരെയും IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ നന്ദാവനം പോലീസ് ക്യാമ്പിൽ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരിക്കുകയാണ്. ഇവരെ കാട്ടാക്കടയിലെ ഒളിവിലെ കേന്ദ്രത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. പിടികൂടുന്ന ദൃശ്യങ്ങൾ ഈ 7 പ്രതികളിൽ ഏറ്റവും ഒന്നാമത്തെ പ്രതി എന്ന് കരുതുന്ന മണിക്കുട്ടൻ. കാരണം മണിക്കുട്ടന്റെ പങ്കാണ് മരണമൊഴിയിൽ കൊല്ലപ്പെട്ട രാജേഷ് പറഞ്ഞിട്ടുള്ളത്. മണിക്കുട്ടൻ നേരത്തെ തന്നെ ഗുണ്ടാക്ട് പ്രകാരം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. മണിക്കുട്ടനെ കൂടാതെ ഗിരീഷ്, മഹേഷ്, പ്രമോദ്, എബി, വിഷ്ണു, സുനീഷ് എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഇതിനുശേഷം വിശദമായിട്ടുള്ള തെളിവെടുപ്പും നടത്താനുള്ള സാധ്യതകളുമുണ്ട്. കാരണം ഇവർ ആയുധങ്ങൾ ഒളിപ്പിച്ചത് എവിടെയാണ് എന്നുള്ളത് പോലീസിനെ കണ്ടെത്തണം. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു കൊലപാതകത്തിന് വഴിവെച്ച ഗൂഢാലോചന, ഇതുമായി ബന്ധപ്പെട്ടുള്ള മുൻവൈരാഗ്യം, അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിൽ BJP പ്രഖ്യാപിച്ച ഹർത്താൽ സംസ്ഥാനത്ത് ഭാഗികമാണ്. പല സ്ഥലങ്ങളിലും BJP പ്രവർത്തകർ വ്യാപകമായിട്ടുള്ള രീതിയിൽ അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോട്ടയം മേഖലകളിലൊക്കെ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം, സ്വകാര്യ വാഹനങ്ങളെ തടഞ്ഞു നിർത്തി അസഭ്യം പറയുന്ന തരത്തിലുള്ള നിലപാടുകളാണ് BJP പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഹർത്താൽ സാരമായി തന്നെ ജനജീവിതത്തെ ബാധിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇരുചക്ര വാഹനങ്ങൾ പോലും നിലത്തിലോടാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന്റെ നടപടി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തലസ്ഥാനത്ത് ഓഗസ്റ്റ് 2 വരെ നിരോധനാജ്ഞ, പോലീസിന്റെ ആക്ട് പ്രകാരമുള്ള നിരോധനാജ്ഞ തുടരാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ സന്ദേശവും വിവിധ കേന്ദ്രങ്ങളിൽ പോലീസ് തന്നെ നൽകിയിട്ടുണ്ട്. ഏതായാലും ഹർത്താൽ പകുതി പിന്നിട്ട് പോവുകയാണ്. ഇതേസമയം ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഈ ഒരു സംഭവത്തിൽ രാജേഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അത് ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകളും നടക്കും. സുനിൽ അരുമാനൂരാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. പെട്ടെന്ന് പ്രഖ്യാപിച്ച ഹർത്താലിൽ ജനം വലയുന്നു. ടൂറിസ്റ്റുകൾ അടക്കമുള്ളവർ ദുരിതത്തിലായി. അവരുടെ വാക്കുകളിലേക്ക്.
डीजल இல்லையே நீங்க தான் சொல்லணும் சேலம் நாங்க எப்படி போறதுன்னு சேலம் எப்படி போறது இப்படி திடீர்னு பிரச்சனை ஆச்சுனா பொதுமக்களுக்கு எவ்வளவு பாதிப்பு என்ன பண்றது நம்ம திடீர்னு ஒரு நாள் ப்ரோகிராம் பண்ணிட்டு வரோம் பொருளாதார டீசல் பங்க்ல இல்லையா எக்ஸ்பென்சஸ் இப்ப நாங்க போட்டிங் முடிச்சு வந்துட்டோம் எங்களுக்கு தெரியாது இப்பதான் தெரியும் காலையில ஸ்ட்ரைக்னு ஆமா இப்ப எல்லாமே 1000 ரூபாய் சொல்ற போட் எல்லாம் 5000 சொல்றாங்க ரூம்ஸ் எல்லாம் 2000 3000 எக்ஸ்ட்ரா சொல்றாங்க திடீர்னு என்ன பண்றது இப்படி என்ன காரணத்தினால ஸ்ட்ரைக்னு எங்களுக்கு தெரியாது பொதுமக்களுக்கு டூரிசம்க்கு ரொம்ப பாதிப்பு हम यहाँ पे घूमने आए हैं सब बच्चे लोग पूरा आता है ना हाँ घूमने आए हैं हड़ताल आना इधर हड़ताल है अब हम हाउस बोट का वेट कर रहे हैं लेकिन कोई सब मना कर रहे हैं खाना खाया कुछ भी नहीं है बहुत परेशानी है सुबह से बच्चों ने ना दूध पिया है ना चाय पिया है ना नाश्ता मिला है सब बच्चे परेशान हैं भूख के लिए जिद कर रहे हैं हम भी यहाँ परेशान हैं इतनी दूर से आए सिर्फ LFP घूमने के लिए और ना हमें बोट मिल रही है सब मना कर दे रहे हैं स्ट्राइक है पूरे समय से परेशान हो रहे हैं ये 9:30-10 बज रहा है बच्चों ने कुछ नहीं खाया जो पास में बिस्किट था सिर्फ वही खिलाया है बाहर पूरा बंद है आने के लिए ऑटो नहीं था ऑटो पैदल आए हैं यहाँ तक अभी रेलवे स्टेशन जाना है कुछ भी नहीं है ऑटो है ना बस मिल ही नहीं रहा कुछ भी നൈറ്റൊക്കെ ഹർത്താൽ വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ പക്ഷേ ഞായറാഴ്ച ദിവസമാണ് നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നതാണ് പലരും പല ആവശ്യങ്ങളുമായിട്ട് വന്നതാണ് ഒരു കാര്യമില്ല ഒരാൾ മരിച്ചത് നമുക്കും വിഷമമുണ്ട് പക്ഷേ രാത്രി ഒരു 11 മണിക്കൊന്നും ഹർത്താൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല നാളെ സമയമുണ്ട് തിങ്കളാഴ്ചയാണ് ചൊവ്വാഴ്ചയുണ്ട് ബുധനാഴ്ചയുണ്ട് ബാക്കി ആഴ്ചയിൽ 6 ദിവസമുണ്ട് നമുക്ക് അപ്പോഴൊക്കെ ഹർത്താൽ വെക്കാൻ ചേട്ടാ നമ്മളെല്ലാവരും ഒരാൾ മരിച്ചു അതിനെല്ലാം നമുക്കും വിഷമമുണ്ട് പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് രാത്രി വെക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഒത്തിരി പേരുണ്ട് ഇവിടെ പെട്രോൾ അടിക്കുന്നു ഡീസൽ അടിക്കുന്നു ആർക്കും ഒന്നുമില്ലാണ്ട് എല്ലാവരും വെറുതെ നിൽക്കുകയാണ് രാവിലെ പോകാൻ പറ്റുന്നില്ല നമുക്കിവിടെ നമ്മൾ രാവിലെ 9 മണിക്ക് ബോർഡിൽ ഇറങ്ങിയതാണ് BJP-ക്കാർ ഇത് എത്രാമത്തെ ഹർത്താലെന്ന് അവർ തന്നെ സ്വയം കയ്യിൽ എണ്ണിയാൽ പോലും തീരൂല കൈയും കാലും ഒക്കെ എണ്ണി നോക്കിയാലും തീരൂല 217 218 ഹർത്താലാണിത് മിനിറ്റ് ഹർത്താൽ വെച്ചാൽ അടിപൊളിയായിരിക്കും ചേട്ടാ സൂപ്പറാണ് ഞാൻ നമിച്ച് നമോ ഭാഗം ഡീസൽ ഇല്ലയേ ഡീസൽ സ്ട്രൈക്കിംഗ് ബങ്കെല്ലാം ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ കൂടി ചേരുന്നുണ്ട് ഷാജഹാൻ എങ്ങനെയാണ് ആലപ്പുഴയിലെ വിനോദസഞ്ചാരികളെ പെട്ടെന്ന് പ്രഖ്യാപിച്ച ഹർത്താൽ ബാധിച്ചിരിക്കുന്നത് സ്വാമി സാധാരണഗതിയിൽ ഹർത്താൽ പ്രഖ്യാപിക്കാറുണ്ടെങ്കിൽ പോലും ഈ ഹർത്താലുകളൊക്കെ തന്നെ നേരത്തെ പ്രഖ്യാപിക്കുന്നുണ്ട് അത് ടൂറിസം മേഖലയെ കാര്യമായി ബാധിക്കാറില്ല പക്ഷേ അപ്രതീക്ഷിതമായി അർദ്ധരാത്രിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചതോടുകൂടി വിനോദസഞ്ചാരത്തിന് ആലപ്പുഴയിലെത്തിയ ടൂറിസ്റ്റുകൾക്ക് പലർക്കും വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കേണ്ടി വന്നത് ഹൗസ് ബോട്ടിൽ നിന്ന് രാവിലെ നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി പുറത്തിറങ്ങിയ പലർക്കും വീട്ടെത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് ഇവർ വന്ന വാഹനത്തിൽ ആവശ്യത്തിന് ഇന്ധനമില്ല ഭക്ഷണമില്ല കുട്ടികളടക്കമുള്ള സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് ഭക്ഷണം പോലും കഴിയാതെ ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഇതിനിടയിൽ നാട്ടുകാരും മറ്റും സമ്മർദ്ദം ചെലുത്തി സർക്കാരിന്റെ സിവിൽ സപ്ലൈസിന്റെ ഒരു പമ്പ് പോലീസിനെ ഉപയോഗിച്ച് തുറന്ന് ചില വാഹനങ്ങൾക്കെല്ലാം ഇന്ധനം അടിച്ചു വിടാനുള്ള ശ്രമം നടന്നുവെങ്കിലും ഹർത്താൽ അനുകൂലികൾ വന്ന് അത് തടയുകയായിരുന്നു തുടർന്ന് സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് പമ്പ് വീണ്ടും അടപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇത്തരത്തിൽ ഹർത്താൽ ടൂറിസം മേഖലയെ വളരെ പ്രതികൂലമായിട്ടാണ് ബാധിച്ചത് രാവിലെ ഒഴിവ് ദിവസങ്ങൾ ആഘോഷിക്കാനെത്തിയ പലർക്കും ഇവിടെ നിന്നും കായലിൽ പോകാനും കഴിഞ്ഞില്ല അതോടൊപ്പം തന്നെ മടങ്ങിപ്പോകാനും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഭക്ഷണവും പോലും കഴിയാത്തവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഹർത്താൽ വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ടൂറിസം മേഖലയ്ക്ക് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം മേഖലയായിട്ടുള്ള ആലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത് ശരി ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ വിനോദസഞ്ചാരികൾ ഹർത്താലിന്റെ മറവിൽ ദുരിതത്തിലാകുമ്പോൾ ഹർത്താലിന്റെ മറവിൽ വ്യാപകമായ അക്രമമാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നത് കൊല്ലം പത്തനാപുരത്ത് RSS പ്രവർത്തകരുടെ അക്രമമുണ്ടായി കോട്ടയത്തും ഇത്തരത്തിലുള്ള അക്രമമുണ്ടായി മാധ്യമപ്രവർത്തകർക്ക് വരെ മർദ്ദനമേക്കുന്ന സാഹചര്യമുണ്ടായി കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ TP പ്രശാന്ത് കൂടി ചേരുന്നു പ്രശാന്ത് കോട്ടയത്ത് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇപ്പോഴും സ്ഥലത്ത് ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടോ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കോട്ടയം നഗരത്തിൽ ഹർത്താൽ അനുകൂലികൾ നടത്തിയ പ്രകടനത്തിനിടെയാണ് ആക്രമണം ഉണ്ടായത് ഇപ്പോൾ പ്രകടനം പിരിച്ചുവിട്ടെങ്കിലും ഇപ്പോഴും നഗരത്തിൽ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർക്ക് നേരെ പാഞ്ഞെടുത്തുകൊണ്ടായിരുന്നു ഹർത്താൽ അനുകൂലികൾ കോട്ടയം നഗരത്തിൽ അതിക്രമത്തിന് തുടക്കമിട്ടത് ക്യാമറമാൻമാരായിട്ടുള്ള അനിൽ ആലുവ ലിബിൻ കെ ഉമ്മൻ എന്നിവരുടെ ക്യാമറ തട്ടിത്തെറിപ്പിക്കുകയും അവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു അതിനുശേഷം എല്ലാ മാധ്യമപ്രവർത്തകരും തിരുനക്കരയിലെ മൈതാനം കേന്ദ്രീകരിച്ച് മാറി നിന്നു ഇവരുടെ പരിപാടികളൊന്നും തന്നെ ഷൂട്ട് ചെയ്യേണ്ടെന്ന തീരുമാനമെടുത്ത് മാറി നിന്നു വീണ്ടും ഇവർ പ്രകടനവുമായി നഗരത്തിൽ ചുറ്റുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ അടക്കമുള്ള
പ്രചരണ ബോർഡുകളും എല്ലാം തകർത്തുകൊണ്ട് കൊലവിളി നടത്തിയായിരുന്നു പ്രകടനം നടത്തിയിരുന്നത്. അതിനുശേഷം പ്രകടനം വരുമ്പോൾ അവർ തിരുനക്കരയ്ക്ക് സമീപമുള്ള പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിക്ക് സമീപമുള്ള CIT ഓഫീസിലേക്ക് ഇരച്ചു കയറി ഓഫീസ് അടിച്ചു തകർത്തു. അതുവരെ പോലീസ് ആത്മസംയമനം പാലിച്ചിരുന്നു. പിന്നീട് പ്രവർത്തകരെ ഹർത്താൽ അനുകൂലികളെ മാറ്റി നിർത്താൻ വേണ്ടി പോലീസ് ലാത്തി വീശുകയുണ്ടായി. തുടർന്ന് ഇവർ അക്രമങ്ങൾ തുടർന്നുകൊണ്ടായിരുന്നു. വീണ്ടും മാധ്യമപ്രവർത്തകർക്ക് നേരെ തിരുനക്കര ബസ് സ്റ്റാൻഡിന് സമീപം കല്ലെറിയുകയുണ്ടായി. അങ്ങനെ മാധ്യമപ്രവർത്തകരെ വളഞ്ഞിട്ട് കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥ. അതിനുശേഷം ഇവർ അതിക്രമം നടത്തിയ ശേഷം തിരുനക്കര അമ്പലത്തിന്റെ മൈതാനത്തിലേക്ക് ഓടിക്കയറുന്ന സ്ഥിതിയാണ്. പുറത്തേക്ക് വന്ന് ആക്രമിക്കുകയും പിന്നീട് അമ്പലത്തിലേക്ക് ഓടിക്കയറുകയും ചെയ്യുന്നു. മറിച്ച് പോലീസ് അങ്ങോട്ടേക്ക് കയറിയാൽ വലിയൊരു പ്രകോപനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു സാമുദായിക ഐക്യം തകർക്കുന്ന രീതിയിലേക്ക് പ്രശ്നം കൊണ്ടുവരാമെന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തുന്നത്. കാരണം അതിക്രമിച്ചവർ ഓഫീസ് അടിച്ചു തകർത്തതിന് ശേഷം അതിക്രമിച്ച് കയറിയവർ എല്ലാവരും തന്നെ അമ്പലത്തിന്റെ മുറ്റത്തേക്ക് ഓടിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പിന്നീട് പോലീസ് പുറത്തു വന്നതിന് ശേഷം അവരെ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ, പ്രത്യേകിച്ച് RSS പ്രവർത്തകനായിട്ടുള്ള ശശി അടക്കമുള്ള ആളുകളെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ജീപ്പ് വളഞ്ഞിട്ടുകയും പോലീസ് ജീപ്പിനെ ഭേദ്യം ചെയ്യുകയും ചെയ്തു. ഒടുവിൽ കൊണ്ടുപോകാൻ പാടില്ലെന്ന നിലപാട് സ്വീകരിച്ചു. അതിനുശേഷം വീണ്ടും പോലീസിന്റെ സമീപത്തേക്ക് കല്ലെറിഞ്ഞപ്പോൾ പോലീസുകാർ ആ ഭാഗത്തേക്ക് പോയി ലാത്തി വെച്ചപ്പോൾ പ്രവർത്തകരെല്ലാവരും കൂടി ഹർത്താൽ അനുകൂലികൾ ആ ഭാഗത്തേക്ക് ഓടുകയും തുടർന്ന് പോലീസ് ജീപ്പിലുണ്ടായിരുന്ന പ്രതിയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇപ്പോഴും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ സംഘടനത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്ക് പറ്റിയിട്ടുമുണ്ട്. TP പ്രശാന്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. അർദ്ധരാത്രിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന കാനം. BJP കേരള ജനതയെ ശത്രുക്കളായാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാന ഭഞ്ജനമുണ്ടാക്കി ക്രമസമാധാനവും നിയമവാഴ്ചയും എല്ലാം കേരളത്തിൽ അപകടത്തിലായിരിക്കുന്നു എന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അർദ്ധരാത്രിയിൽ പ്രഖ്യാപിച്ച ഹർത്താൽ ഈ കേരളത്തിലെ ലക്ഷക്കണക്കായ ജനങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളെ ശത്രുക്കളായി കാണുന്നവരല്ലല്ലോ രാഷ്ട്രീയ പാർട്ടികൾ. അതോ ഈ ഹർത്താൽ പ്രഖ്യാപിച്ച കേന്ദ്ര ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ജനങ്ങളെ ശത്രുക്കളായിട്ടാണോ കാണുന്നത്? തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സംതൃപ്തി പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലാണ് രാജ്നാഥ് സിംഗ് തൃപ്തി അറിയിച്ചത്. ശ്രീകാര്യത്ത് RSS പ്രവർത്തകൻ രാജേഷ് കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സംതൃപ്തി പ്രകടിപ്പിച്ചു. രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. പ്രധാന പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തതായും കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടവർ ആരായാലും മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ BJP ഓഫീസ് ആക്രമണം, കോടിയേരിയുടെ വീട് ആക്രമിച്ചത് തുടങ്ങിയ സംഭവങ്ങളിലും പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. ഈ നിലപാടിലാണ് ഫോണിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സംതൃപ്തി അറിയിച്ചത്. അതേസമയം ശ്രീകാര്യം കൊലപാതകത്തിൽ രാഷ്ട്രീയ സ്വഭാവമില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പ്രദേശത്ത് തന്നെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് സംഭവത്തിൽ പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ അക്രമം തടയുന്നതിൽ പോലീസ് പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കണ്ണൂരിന്റെ ആവർത്തനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നതെന്നും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും ചെന്നിത്തല. അർദ്ധരാത്രി ഹർത്താൽ പ്രഖ്യാപിച്ചത് ശരിയായില്ലെന്നും ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു. അതേസമയം പിടിയിലായ പ്രതിക്ക് കോൺഗ്രസുമായി ബന്ധമില്ലെന്ന് MM ഹസൻ പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് ഒരു പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ്. അക്രമങ്ങൾ ഉണ്ടായാൽ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ബാധ്യസ്ഥമായ പോലീസ് കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുകയാണ്. തിരുവനന്തപുരത്തുണ്ടായ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെ ഫലപ്രദമായി നേരിടുവാനും അത് BJPക്കാർ കുറ്റം ചെയ്താലും CPMക്കാർ കുറ്റം ചെയ്താലും രണ്ടുപേരുടെ പേരിലും നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? ഇന്റലിജൻസ് സംവിധാനം ഒരു പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ക്രമസമാധാന നിലനിർത്തുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് ഒരു പരാജയമാണ് എന്നുള്ളതാണ്. PU ചിത്രയ്ക്ക് ലോക അത്ലറ്റിക്സിൽ പങ്കെടുക്കാനാകുമോ എന്ന് നാളെ അറിയാം. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ അനുകൂല മറുപടി നൽകിയാൽ ചിത്രയ്ക്ക് ലണ്ടൻ ടിക്കറ്റ് നൽകുമെന്നാണ് ഫെഡറേഷന്റെ നിലപാട്. അതേസമയം ചിത്രയ്ക്ക് വൈൽഡ് കാർഡ് എൻട്രി നൽകാൻ മടിച്ച ഫെഡറേഷൻ സ്റ്റീപ്പിൾ ചേസ് താരം സുധാ സിംഗിന് അവസരം നൽകി.
ആദ്യം യോഗ്യതയില്ലെന്നും ഒടുവിൽ സമയപരിധി കഴിഞ്ഞുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് PU ചിത്രയ്ക്ക് വൈൽഡ് കാർഡ് എൻട്രി നൽകാൻ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ മടിച്ചത്. ലോക ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യൻ ടീമിന്റെ എൻട്രി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച അയച്ചുവെന്നും വൈകി അയക്കുന്ന എൻട്രി ഇനി രാജ്യാന്തര ഫെഡറേഷൻ സ്വീകരിക്കില്ലെന്നുമായിരുന്നു വിശദീകരണം. എന്നാൽ ടീമിൽ നിന്ന് തഴയപ്പെട്ട സ്റ്റിപ്പിൾ തേജ് താരം സുധാ സിംഗിന് സമയപരിധി അവസാനിച്ചതിനു ശേഷവും ദേശീയ ഫെഡറേഷൻ ലോക മീറ്റിന് അവസരം നൽകിയിരുന്നു. ഒഡീഷ താരം ദുതി ചന്ദിനെ കൂടാതെയാണ് ചിത്രയ്ക്ക് മാത്രം അവസരം നൽകാൻ മടിച്ച് സുധാ സിംഗിന് കൂടി വൈൽഡ് കാർഡ് എൻട്രി നൽകിയത്. സെലക്ഷൻ കമ്മിറ്റി പരിഗണിക്കാതിരുന്ന സുധയെ അത്ലറ്റിക്സ് ഫെഡറേഷൻ പ്രത്യേക സമ്മർദ്ദം ചെലുത്തിയാണ് ടീമിൽ ഉൾപ്പെടുത്തിയത്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ സ്വർണമായിരുന്നു സുധാ സിംഗിന്റെ യോഗ്യതയായി ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഏഷ്യൻ വൻകരയിൽ സ്വർണം നേടിയ PU ചിത്രയ്ക്ക് മാത്രം എൻട്രി നൽകാൻ മടിച്ചതാണ് ഫെഡറേഷന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നത്. അതേസമയം വൈകിയാണെങ്കിലും ദേശീയ ഫെഡറേഷൻ ലോക അത്ലറ്റിക്സ് ഫെഡറേഷനോട് PU ചിത്രയെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഔദ്യോഗിക മെയിലിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് മറുപടി ലഭിച്ചാൽ ലണ്ടൻ ടിക്കറ്റ് ചിത്രയ്ക്ക് നൽകുമെന്നുമാണ് ഫെഡറേഷന്റെ ഇപ്പോഴത്തെ നിലപാട്. ഓഗസ്റ്റ് 4-നാണ് PU ചിത്രയുടെ 1500 മീറ്റർ മത്സരം. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുൻ DGP TP സെൻകുമാറിനെതിരെ വീണ്ടും വിജിലൻസിൽ പരാതി. TP സെൻകുമാർ വ്യാജരേഖ ചമച്ച് സർക്കാരിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. പരാതിയിൽ മേൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയതിലും മതസ്പർദ്ധ വളർത്തും വിധം പ്രസംഗിച്ചതിലും നിലവിൽ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് TP സെൻകുമാർ. തൃശൂരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച വിനായകൻ എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഊരാളി ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടന്നു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലാണ് താടിയും മുടിയും വളർത്തിയ ഫ്രീക്കന്മാർ ആട്ടവും പാട്ടുമായി ഒത്തുചേർന്നത്. പരിഷ്കൃത യുവത്വത്തെ കുറ്റവാളികളായി കാണുന്ന പോലീസിന്റെ മുൻധാരണകൾ മാറ്റേണ്ട കാലമായെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. മുടി വളർത്തിയതിന്റെ പേരിൽ പോലീസ് മർദ്ദനമേൽക്കേണ്ടി വന്ന ആത്മഹത്യ ചെയ്ത വിനായകന് വേണ്ടിയാണ് ഊരാളി ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ഫ്രീക്കന്മാർ ഒത്തുചേർന്നത്. താളമിട്ട് ആടിയും പാടിയും ചുവടുകൾ വെച്ചും മരച്ചുവട്ടിൽ ചെറു സംഘങ്ങളായാണ് താടിയും മുടിയും നീട്ടിവളർത്തിയ ചുള്ളന്മാർ പ്രതിഷേധം തീർത്തത്. സ്ത്രീ പുരുഷ ഭേദമന്യേന നൂറുകണക്കിന് ആളുകൾ പരിപാടിക്ക് ഐക്യദാർഢ്യവുമായി എത്തി. പോലീസിനും സമൂഹത്തിനും പരിഷ്കൃത യുവത്വത്തോടുള്ള കാഴ്ചപ്പാട് മാറേണ്ടതാണെന്ന് ഫ്രീക്കന്മാർ പറഞ്ഞു. മുടി വളർത്തിയവരെല്ലാവരും ഈ കഞ്ചാവ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങൾ. ഞങ്ങൾ ഈ സാധനം കണ്ടിട്ട് പോലുമില്ല. പിന്നെ അവർക്ക് അറിയാലോ എന്തോ കാരണങ്ങളെന്നൊക്കെ. ആൾക്കാർ വിചാരം ഞങ്ങളെന്തോ ഭീകരവാദികളോ അങ്ങനത്തെ വല്ല ആൾക്കാരാണ് ആൾക്കാർ വിചാരം. കനത്ത പോലീസ് നിരീക്ഷണമാണ് പരിപാടി നടന്ന തേക്കിൻകാട് മൈതാനിയിൽ ഒരുക്കിയത്. ആട്ടവും പാട്ടും മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോൾ കണ്ടുനിന്ന പോലീസുകാരും അറിയാതെ താളം പിടിച്ചു. രാത്രി വൈകുവോളം ശക്തന്റെ തട്ടകത്തിന് താളക്കൊഴുപ്പ് പകർന്നാണ് ഫ്രീക്കന്മാർ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ. തിരികെ വാർത്തയിലേക്ക്. വാർത്ത വിരൽത്തുമ്പിലെത്തിക്കാൻ പുതിയ വാർത്താ ആപ്ലിക്കേഷനുമായി കൈരളി ന്യൂസ് ഓൺലൈൻ രംഗത്ത്. മലയാളികളുടെ മാറുന്ന അഭിരുചികൾ കണക്കിലെടുത്ത് കെട്ടിലും മട്ടിലും നൂതന ഭാവത്തോടെയാണ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. 17ാം വർഷത്തിലേക്ക് കടക്കുന്ന കൈരളിയുടെ പുതിയ സംരംഭമായ ആപ്ലിക്കേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. കൈരളി കുടുംബത്തിൽ നിന്ന് ഒരു വാർത്താ ആപ്ലിക്കേഷൻ. മലയാളികളുടെ വാർത്താ ശ്രേണിയിലേക്ക് കൈരളി കുടുംബത്തിന്റെ നൂതന സംരംഭമായ കൈരളി ന്യൂസ് ഓൺലൈൻ്റെ ആപ്ലിക്കേഷൻ കൂടി എത്തുന്നതോടെ വാർത്തകൾ ഇനി ഓരോ മലയാളിക്കും തൊട്ടറിയാം. മാറുന്ന കാലത്തിന്റെ അതിവേഗം മാറുന്ന പ്രസരണ രീതിയിലേക്ക് കൈരളി കൂടി ചുവടുവെക്കുന്നതോടെ മലയാള മാധ്യമ ലോകത്തെ മത്സരം തീപാറുമെന്നത് ഉറപ്പാണ്. കൈരളി ഓൺലൈൻ ന്യൂസ് വിഭാഗത്തിന്റെ പുതിയ ആപ്ലിക്കേഷൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ ലോകമെമ്പാടുമുള്ള 5000-ഓളം ആളുകൾ കൈരളി വാർത്തയുടെ ഉള്ളടക്കമുള്ള ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തത് വരാനിരിക്കുന്ന ഹിറ്റിന്റെ സൂചനയായി മാറി. കോർപ്പറേറ്റുകൾ ചേർന്നു നിയന്ത്രിക്കുന്ന മാധ്യമ ലോകത്ത് കൈരളി വ്യതിരിക്തതയോടെ നിലനിൽക്കേണ്ടതുണ്ടെന്നും അതിന് ഈ നൂതന സംവിധാനം ഉപകാരപ്പെടുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മപ്പെടുത്തി. കൂടുതൽ ആളുകളിലേക്ക് കൈരളി TV-യുടെ ആശയങ്ങൾ എത്തിക്കാൻ നടത്തുന്ന ഈ സംരംഭം ആപ്ലിക്കേഷൻ തുടങ്ങിയതോടുകൂടി നാം ഒരു പുതിയ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വർത്തമാനകാലത്തിന്റെ എല്ലാ വാർത്താ ഉള്ളടക്കവും ഒത്തുചേരുന്നതാവും കൈരളി ന്യൂസ് ഓൺലൈൻ എന്ന് ചെയർമാൻ മമ്മൂട്ടി സാക്ഷ്യപ്പെടുത്തി. ലോകത്തിൻ്റെ വർത്തമാനകാലത്തെക്കുറിച്ചുള്ള ബോധം
നമുക്ക് കൂടുതലുണ്ടാക്കാനും അതിനെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കാനുമുള്ള ഒരു പ്രചോദനം കൂടെ ഈ ആപ്പിന് ഉപകരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മലയാളികൾ വാർത്തയറിയുന്ന രീതിയിൽ വന്ന മാറ്റത്തിനനുസൃതമായി കൈരളിയും ഒപ്പം ചുവടുവെക്കുകയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഇന്ന് നടക്കുന്നത് മൾട്ടി കാസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സൃഷ്ടി, ഉള്ളടക്കം, അത് നമ്മൾ വിചാരിക്കാത്ത നൂറുകണക്കിന് പ്രതലങ്ങളിലാണ് അത് തത്തിക്കളിക്കുന്നത്. കൈരളി ന്യൂസ് ടവറിൽ നടന്ന ലളിതമായ ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എ വിജയരാഘവൻ, ടി ആർ അജയൻ, അഡ്വക്കേറ്റ് എം എം മോനായി, വി കെ മുഹമ്മദ് അഷ്റഫ്, അഡ്വക്കേറ്റ് സി കെ കരുണാകരൻ, എ കെ മൂസ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു. കൈരളി TV സീനിയർ ടെക്നിക്കൽ ആൻഡ് ഫിനാൻസ് ഡയറക്ടർ എം വെങ്കിട്ടരാമൻ നന്ദി രേഖപ്പെടുത്തി. നിലവിൽ 4 ചാനലുകളുടെ നിയന്ത്രണാവകാശമുള്ള മലയാളം കമ്മ്യൂണിക്കേഷന്റെ 5ാം ഇന്ദ്രിയമായി മാറാൻ ഒരുങ്ങുകയാണ് പുതിയ ആപ്ലിക്കേഷൻ. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. വയലിൻ വിദ്വാനും കർണാടക സംഗീതജ്ഞനുമായ ഡോക്ടർ എൽ സുബ്രഹ്മണ്യത്തിന്റെ സംഗീത സായാഹ്നം ആലപ്പുഴയിൽ നടന്നു. സ്വരലയ സംഘടിപ്പിച്ച ഗ്ലോബൽ മ്യൂസിക്കൽ ഫെസ്റ്റിവൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ സ്വദേശിയായ പ്രസിദ്ധ വയലിൻ വിദ്വാൻ ലക്ഷ്മി നാരായണന്റെ മകനാണ് ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. ഇദ്ദേഹത്തിന് ആലപ്പുഴ പൗരാവലിയുടെ സ്വീകരണവും നൽകി. 2 മണിക്കൂർ നീണ്ടുനിന്ന സംഗീത വിരുന്ന് ഏറെ സന്തോഷത്തോടെയാണ് ആലപ്പുഴയിലെ സംഗീതാരാധകർ ഏറ്റെടുത്തത്.